അപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒറ്റ സാഠ്യം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റായി അദ്ദേഹം പറയുന്ന ചെമ്പഴന്തി അനിലിനെ കൊണ്ടുവെക്കണം എന്ന ഒരു സാഠ്യമാണ് ബഹുമാനപ്പെട്ട VD സതീശന് പറയാനുള്ള സണ്ണിയോട്. പക്ഷേ അത് നടക്കുമെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം. കാര്യം ഈ പറയുന്ന ചെമ്പഴന്തി അനിലിനെ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരനായി ഞങ്ങൾക്കെല്ലാം അറിയാം. ചെമ്പഴന്തി അനിൽ ഇതുവരെ പാർലമെന്ററി തലത്തിൽ ഒരു മത്സരത്തിന് പോലും വരാത്തൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഒരു 60 വയസ്സ് അടുത്തെങ്കിലും വരും. നിരവധി പോലീസ് മർദ്ദനം കിട്ടിയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ചെമ്പഴന്തിയിലെ ഒരു അറിയപ്പെടുന്ന കുടുംബത്തിലെ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് MLA ആകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. MLA പാർലമെന്ററി തലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ചെമ്പഴന്തി അനിലിന് DCC പ്രസിഡന്റായി കൊടുക്കണം എന്ന VD സതീശന്റെ ആവശ്യം ഇതുവരെ ഇവർ മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ അത് മാത്രമല്ല KPCCയുടെ പുതിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിന് മുന്നേ എന്താണ് സംഘടനാ തലത്തിൽ ഇവർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഈ പറയുന്ന ബഹുമാനപ്പെട്ട VD സതീശന് വളരെ 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 ഇപ്പോഴത്തെ ഈ പറയുന്ന ജംബോ കമ്മിറ്റിയോടും KPCCയുടെ ഈ പറയുന്ന നേതൃത്വത്തോടും വല്ലാത്ത ഒരു അകൽച്ച അദ്ദേഹം പാലിക്കുന്നുണ്ട്. അതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞു, ഞാനിവിടെ ഒരു കസേര മോഹിച്ചൊന്നുമല്ല വന്നത് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഇന്ന് റെഡ് അലർട്ട് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കളഞ്ഞത്. അതിനെ ഒരു വളച്ച് ഒടിച്ച് KC വേണുഗോപാലിനെതിരെ പിന്നെ VD തിരിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അദ്ദേഹം ഇതെല്ലാം നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞ രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ VD സതീശൻ ഓരോന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. VD സതീശനെ ഓവർടേക്ക് ചെയ്യുന്ന KC വേണുഗോപാലിന്റെ കരങ്ങളാണ് സണ്ണിയെ പോലുള്ളവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. കാര്യം VD സതീശനെ വെട്ടാൻ കൂടെ വേണ്ടി തന്നെയാണ് AP അനിൽകുമാറിനെ KC വേണുഗോപാൽ കേരളത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഈ പറയുന്ന KPCC നേതൃത്വം ഇതിൽ വെച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായി. ഈ പറയുന്ന അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബിനു ചുള്ളിലിനെ വൈസ് പ്രസിഡന്റും ആക്കി ജിനീഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെയാണല്ലോ ഇപ്പോൾ പ്രസിഡന്റ്. ഇതെല്ലാം ആരുടെ നീക്കമാണ്? ഇതെല്ലാം KCയുടെ നീക്കമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. VD സതീശന്റെ ശക്തി പിന്നെയും ക്ഷയിക്കുന്നു. VD സതീശനും സണ്ണി ജോസഫും അടങ്ങുന്ന KPCC നേതൃത്വവുമായി അദ്ദേഹം ഇടഞ്ഞു തന്നെയാണ് ഒടുവിൽ തൻ്റെ അവസാന ശ്രമമെന്ന രീതിയിൽ ചെമ്പഴന്തി അനിലിനെയെങ്കിലും തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റ് ആക്കണമെന്നൊരു ആവശ്യം കൂടെ അദ്ദേഹം കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിനി അവർ എടുക്കുമോ ഇല്ല എന്നുള്ള കണ്ടു തന്നെ അറിയാം. കാര്യം ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ശക്തന് ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പറയുന്നുണ്ട്. ശക്തന് വേറെ ചില എയിമുകൾ ഉള്ളതുകൊണ്ടാണ് ശക്തൻ മാറണമെന്ന് പറയുന്നത്.